നിങ്ങൾ ട്രെയിൻ യാത്ര ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ആപ്പ് നിങ്ങളുടെ മൊബൈലിൽ ഉണ്ടാവും. പരസ്യമില്ല, ഉപയോഗിക്കാൻ ഏറ്റവും എളുപ്പമായ ആപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ആപ്പ് ഏറ്റവും ജനപ്രിയമാകുന്നതും. നിങ്ങളെപ്പോഴെങ്കിലും ഈ ഒരു ആപ്പ് ഉപയോഗിക്കുമ്പോൾ ചിന്തിച്ചിട്ടുണ്ടോ, ആരാണ് ഇത് കണ്ടുപിടിച്ചത്, എന്താണ് ഇതിൻ്റെ കഥയെന്ന്? 100 Days and സ്പാർക്ക് സ്റ്റോറീസ് ഡേ 42. 2014 ബാംഗ്ലൂരിൽ വർക്ക് ചെയ്തിരുന്ന അഹമ്മദ് നിസാം മൊഹദ്ദീൻ എന്നൊരു ടെക്കി ഒരു ദിവസം കൂട്ടുകാരനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് യൂബർ ടാക്സിയിൽ പോവുകയാണ്. അങ്ങനെ അദ്ദേഹം പോകുന്നതിനിടയിൽ യൂബർ ടാക്സിയിലെ ലൈവ് ട്രാക്കിംഗ് സിസ്റ്റം അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തുകയാണ്. അദ്ദേഹം റെയിൽവേ സ്റ്റേഷനിലെത്തി ഏകദേശം അരമണിക്കൂറോളം കൂട്ടുകാരനെ കാത്തിരിക്കുകയാണ്. ഈ അരമണിക്കൂറിൽ ഉടലെടുത്ത ആശയമാണ് എന്തുകൊണ്ട് ഊബറിലും ഓലയിലും ഒക്കെ ഉപയോഗിക്കുന്ന ലൈവ് ട്രാക്കിംഗ് സിസ്റ്റം ഇന്ത്യയിലുടനീളം സഞ്ചരിക്കുന്ന ട്രെയിനുകളിൽ ഉപയോഗിച്ചുകൂടാ. അങ്ങനെ ഉപയോഗിക്കുന്നത് വഴി അത് സാധാരണ ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമാകുമെന്ന് മനസ്സിലാക്കുന്ന അഹമ്മദ് നിസാം കൂട്ടുകാരുടെ ഇക്കാര്യം പറയുകയാണ്, ചർച്ച ചെയ്യുകയാണ്. അങ്ങനെ ഒരു വർഷത്തെ കഠിന പരിശ്രമത്തിനൊടുവിൽ GPS-ഉം ഇൻ്റർനെറ്റും ഉപയോഗിക്കാതെ ഒരു ട്രെയിനെ എങ്ങനെ ട്രാക്ക് ചെയ്യാമെന്നൊരു ആശയത്തിൽ ഉദിച്ച ഒരു ആപ്പാണ് വെയർ ഈസ് മൈ ട്രെയിൻ എന്ന ആപ്പ്. അത് 2015 അവർ ലോഞ്ച് ചെയ്യുകയുമാണ്. പരസ്യമോ യാതൊരു പ്രൊമോഷനോ ഇല്ലാതെ ലോഞ്ച് ചെയ്ത ഈ ഒരു ആപ്പ് സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കണമല്ലോ. അതുകൊണ്ട് തന്നെ ഈ നിസാമും കൂട്ടുകാരും ചേർന്ന് റെയിൽവേ സ്റ്റേഷനിൽ പോയി ജനങ്ങളെ കൊണ്ട് ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യിപ്പിക്കുകയും അതിൻ്റെ ഉപയോഗത്തെക്കുറിച്ച് അവരെ പറഞ്ഞ് മനസ്സിലാക്കുകയുമാണ്. അങ്ങനെ പയ്യെ ജനങ്ങൾ ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയും വെയർ ഈസ് മൈ ട്രെയിൻ എന്ന ആപ്പിന് പച്ചക്കൊടി കാണിക്കുകയുമാണ്. 2 വർഷങ്ങൾക്കിപ്പുറം ഏകദേശം 340 കോടിക്ക് ഗൂഗിൾ ഈ ഒരു ആപ്പിന് സ്വന്തമാക്കുകയാണ്. ഇന്ന് 10 കോടി ജനങ്ങളുടെ സപ്പോർട്ടോട് കൂടിയിട്ട് ഈ ഒരു ആപ്പ് അതിൻ്റെ വിജയയാത്ര തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. നമുക്കും ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നേടണം, വിജയിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിരന്തരമായി പരിശ്രമിച്ചാൽ മാത്രമേ വിജയത്തിലെത്താൻ സാധിക്കൂ എന്നതാണ് അഹമ്മദ് നിസാമിൻ്റെ വെയർ ഈസ് മൈ ട്രെയിനിൻ്റെ കഥ എന്ന് പറയുന്നത്. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. ടേക്ക് കെയർ, ബൈ.